തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യുഡിഎഫിന്റെ മുന്നേറ്റം 3 പഞ്ചായത്തുകൾ എൽഡിഎഫിൽ നിന്ന് യുഡിഎഫ് പിടിച്ചു. 31 വാർഡുകളിൽ യുഡിഎഫ് 17 വിജയിച്ചപ്പോൾ എൽഡിഎഫ് 11 ബിജെപി 3 വാർഡുകളിലും ജയിച്ചു. ഇടുക്കി, കരിമണ്ണൂർ, പാലക്കാട്, തച്ചമ്പാറ, തൃശൂർ, നാട്ടിക എന്നീ പഞ്ചായത്തുകളിലാണ് ഭരണമാറ്റം വരിക. യുഡിഎഫിനും എൽഡിഎഫിനും 5 വീതം സീറ്റുണ്ടായിരുന്ന നാട്ടികയിൽ 9ാം വാർഡ് പിടിച്ചതോടെ യുഡിഎഫിന് 6 അംഗങ്ങളായി, ഒപ്പം പഞ്ചായത്ത് ഭരണവും. ഇടുക്കി കരിമണ്ണൂരിലെ 9ാം വാർഡായ പന്നൂർ പിടിച്ചാണ് ഇടതുമുന്നണിയിൽ നിന്ന് യുഡിഎഫ് ഭരണം പിടിച്ചത്. 177 വോട്ടുകൾക്കാണ് യുഡിഎഫിന്റെ വിജയം. ഇതോടെ സ്വതന്ത്രന്റെ പിന്തുണയോടെ എൽഡിഎഫ് ഭരിക്കുന്ന പഞ്ചായത്തിൽ യുഡിഎഫിന് ഭരണത്തിന് വഴിതെളിഞ്ഞു. യുഡിഎഫിന് 7, എൽഡിഎഫിന് 6, ഒരു സ്വതന്ത്രൻ എന്നിങ്ങനെയാണ് കക്ഷിനില. ഉപതെരഞ്ഞെടുപ്പ് ഫലം എൽഡിഎഫ് ഭരണത്തിന് നിർണായകമായ പാലക്കാട് തച്ചമ്പാറയിലെ 4ാം വാർഡിലും യുഡിഎഫിനാണ് വിജയം. അതേസമയം തോറ്റാൽ ഭരണം നഷ്ടമാവാൻ സാധ്യതയുണ്ടായിരുന്ന പാലക്കാട് ചാലിശ്ശേരി പഞ്ചായത്തിലെ മെയിൻ റോഡ് വാർഡ് യുഡിഎഫ് നിലനിർത്തി. പത്തനംതിട്ട, കോന്നി ബ്ലോക്ക് പഞ്ചായത്ത് ഭരണത്തിലും മാറ്റമില്ല. ഇളകൊള്ളൂർ ഡിവിഷൻ യുഡിഎഫ് നിലനിർത്തി. ഉപതെരഞ്ഞെടുപ്പ് നടന്ന കൊല്ലത്തെ 6 വാർഡുകളിൽ 4 എൽഡിഎഫിനും 2 യുഡിഎഫിനുമാണ് വിജയം. പത്തനംതിട്ടയിൽ 5 വാർഡുകളിൽ 3 യുഡിഎഫ് ജയിച്ചപ്പോൾ 1 വാർഡിൽ എൽഡിഎഫും ബിജെപിയും വിജയിച്ചു. മലപ്പുറത്ത് 4 3 യുഡിഎഫ് വിജയിച്ചു. കണ്ണൂരിൽ 2 ജയം എൽഡിഎഫിനാണ്. എൽഡിഎഫിൽ നിന്ന് യുഡിഎഫ് 9 വാർഡുകളും യുഡിഎഫിൽ നിന്ന് എൽഡിഎഫ് 4 വാർഡുകളും പിടിച്ചെടുത്തു. ബിജെപിയുടെ കൈവശമുണ്ടായിരുന്ന കൊല്ലം, കുന്നത്തൂർ, തെറ്റിമുക്ക് വാർഡ് എൽഡിഎഫ് പിടിച്ചപ്പോൾ പത്തനംതിട്ട, എടുമറ്റൂർ, ഇരുമ്പുകുഴി വാർഡ് യുഡിഎഫിൽ നിന്നും ബിജെപി പിടിച്ചെടുത്തു. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം ഭരണവിരുദ്ധ വികാരത്തിന് തെളിവെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.